ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ക്രീമിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും തീ മുഖത്ത് തേക്കണം, അല്ലെങ്കിൽ ഇവിടെ ഇതാക്കാനുള്ള ക്രീം, അതാക്കാനുള്ള ക്രീം, അങ്ങനത്തെ ക്രീമൊന്നുമല്ല ഇത് ഒരു പ്രോട്ടീൻ ക്രീമാണ്. പ്രോട്ടീൻ ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ക്രീം തന്നെ. ഞാനിതൊരു ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇവിടെ ഡേ എം എന്ന് പറയും ഇവിടുത്തെ ഷോപ്പിൽ. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ പറയാം, പക്ഷേ നമ്മളൊക്കെ DM എന്ന് പറയാറ് ഈ ഷോപ്പിനെ. സോ ഈ ഷോപ്പിൽ മെയിൻലി കോസ്മെറ്റിക്സ്, അങ്ങനത്തെ കുറേ സ്കിൻ കെയർ, സോപ്പ്, ചീർപ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൊടുക്കാറ്. സോ അതിൻ്റെ ഇടയിൽ ചുമ്മാ പോയി നോക്കിയപ്പോൾ അവിടെ പ്രോട്ടീൻ ക്രീം എന്ന് പറഞ്ഞൊരു സാധനം കണ്ടു. സോ എനിക്ക് പിസ്ത ഭയങ്കര ഇഷ്ടമാണ്. സോ പിസ്തയുടെ പ്രോട്ടീൻ ക്രീം ആയിട്ടുള്ള ഒരു സാധനം ഞാൻ കണ്ടു. സോ ഇതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ്. സോ ഈ ഒരു സാധനം അത്യാവശ്യത്തിന് നല്ലതാണ്. 200 ഗ്രാമിൻ്റെ ഒരു പ്രോട്ടീൻ്റെ ഒരു ചെറിയൊരു ഡബ്ബയാണത്. ഇത് നമ്മളെങ്ങനെ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡൊക്കെ ഇല്ലേ, സോ ഈ സാധനം തുറന്നിട്ട് ഇത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ബ്രെഡ് നമ്മുടെ ടോസ്റ്ററിൽ ഏകദേശം ഈ ഒരു ലെവലിൽ നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കണം. സോ കണ്ടോ, ക്രിസ്പി ഉണ്ട്. ആൻഡ് വാട്ട് എൽസ്. സോ ഞാൻ ഓൾറെഡി ഒരെണ്ണം കഴിച്ചു, പിന്നെ വിചാരിച്ചു വീഡിയോ എടുക്കാം. പിസ്തയുടെ ഇത് ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ക്രീം തന്നെയാണ്. യു ക്യാൻ സീ ദിസ് കൺസിസ്റ്റൻസി. പിസ്തയുടെ കളറൊക്കെ ഉണ്ട്. പക്ക ഒരു പിസ്തയുടെ ഒരു ടേസ്റ്റ് അല്ല ഇതിന്. ഇത് ഒരു പ്രോട്ടീൻ ക്രീം ആയതുകൊണ്ട് നമ്മുടെ നോർമൽ പ്രോട്ടീനില്ലേ, പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ പിസ്തയുടേതായിട്ടുള്ള ഒരു പക്ക പിസ്ത ടേസ്റ്റ് ഒന്നും ഞാൻ ഇതിൽ കണ്ടിട്ടില്ല ഇതുവരെ. സ്റ്റിൽ മധുരമുള്ള ഒരു ചെറിയൊരു പ്രോഡക്റ്റാണ് അത് വിൽക്കണേ. ആൻഡ് ഇത്രയും ഇതിന് ഏകദേശം ഒരു 50 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. ഇതിൽ ഏകദേശം 200 ഗ്രാമാണുള്ളത്. പിന്നെ 100 ഗ്രാമിൽ 25 ഗ്രാമാണ് അത് പറയണേ. കൂടുതൽ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ സാധനങ്ങളൊക്കെ വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. സോ അതിനെക്കുറിച്ചൊരു വലിയ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. സോ ഈ ബ്രെഡും പിന്നെ ഈ സാധനം ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ ക്രേവിങ്സ് ഒക്കെ വരില്ലേ, ഇങ്ങനെ എന്താ മധുരം കഴിക്കണം എന്നുള്ള തോന്നലൊക്കെ വരില്ലേ. സോ മധുരം കഴിക്കാൻ തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് എമൗണ്ട് ഓഫ് ഫുഡ് കഴിക്കണില്ല എന്നുള്ളൊരു തെളിവാണ്. സോ ഞാൻ ഈ ദിവസങ്ങളായിട്ട് കറക്റ്റ് എമൗണ്ട് ഓഫ് ഫുഡ് കഴിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മധുരം കഴിക്കാനായിട്ടുള്ളൊരു ത്വര വന്നത്, യുനോ. സോ ഞാൻ മെല്ലാണ് ആ ക്രീമൊക്കെ എടുത്തിട്ട് തേച്ചതിന് ശേഷം ഞാൻ ഈ ബ്രെഡ് കഴിക്കാൻ പോവുകയാണ്. സോ ലൈക്ക് ദിസ്. ഒരു ക്രിസ്പി സൗണ്ട് കിട്ടില്ലേ, ആ ഒരു ലെവലിൽ വേണം നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്, ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ഓക്കെ, ബെറ്റർ. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഈ ക്രീമിനെ കുറിച്ചിട്ട് അറിയാനായിട്ടുള്ള ആൾക്കാർ DM അയക്കൊന്നും വേണ്ട. DM പോയിട്ട് സാധനം തപ്പിയാൽ കിട്ടും. ഓക്കെ, ബൈ ബൈ.